തിരുവനന്തപുരം അട്ടക്കുളങ്ങര സ്കൂൾ കെട്ടിട അപകടത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി ഡി അപകടവുമായി ബന്ധപ്പെട്ട വസ്തുതാന്വേഷണ റിപ്പോർട്ടാണ് കൈമാറിയത്. കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, എന്താണ് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്? ഇതിൽ എന്ത് നടപടിയാണ് ഇനി ഉണ്ടാവുക? വിവരങ്ങൾ. ശ്യാമിലി, ഇന്നലെ വൈകിട്ടാണ് ഈ അട്ടക്കുളങ്ങരയിലെ ഗവൺമെന്റ് സ്കൂളിന്റെ കെട്ടിടം തകർന്നു വീണത്. അതിന്റെ മേൽക്കൂര തകർന്നു വീണത്. 5 മുറികളുള്ള കെട്ടിടത്തിന്റെ 3 മുറികളുടെ മേൽക്കൂര ഇന്നലെ ഈ ശക്തമായ കാറ്റിലും മഴയിലും തകർന്ന് വീഴുകയായിരുന്നു. ഈ ഉദ്യോഗസ്ഥർ ഈ സമയത്ത് അവിടെ ഉണ്ടാകാതിരുന്നത് മൂലം വലിയ അപകടം ഒഴിവായി. SSKയുടെ പ്രൊജക്ട് ഓഫീസായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. ഈ അപകടമുണ്ടായതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഈ വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DDE വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് റിപ്പോർട്ട് നൽകിയത്. വസ്തുതാന്വേഷണം നടത്തിയതിനു ശേഷമുള്ള വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മൂലമാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചതെന്നാണ്. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പൈതൃക കെട്ടിട വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ കാലപ്പഴക്കം മൂലമാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളൊരു വാദമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടത് അത് വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരുമാണ്. അത് ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. കാരണം ഈ റിപ്പോർട്ട് ഇതുവരെയും വിദ്യാഭ്യാസ മന്ത്രി പരിശോധിച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുക. ശ്യാമിലി, ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകി.